ഹേയ് സിനിഫയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നോക്കിന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ നമ്മുടെ കാന്താര ചാപ്റ്റർ 1 കുറിച്ചാണ്. ഒക്ടോബർ 2 തീയതിയാണ് സിനിമ തിയേറ്ററിൽ വരുന്നത്. അതേ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ ഇന്നേ ദിവസം അവരുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ കരൂരിലെ അപകടം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ, 40ഓളം പേര് മരിച്ചായിരുന്നു. അപ്പോൾ അതേ പ്രമാണിച്ച് അവർ ആ ഇവൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ DS ഇറയെ പറ്റിയാണ്. നമ്മുടെ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ സിനിമയുടെ ഒരു ചെറിയ അപ്ഡേറ്റാണ്. 2025 ഹാലോവിൻ ദിനത്തിലാണ് സിനിമ റിലീസ് ചെയ്യണത്. അപ്പോൾ അത് ജസ്റ്റ് അവരൊന്ന് ഓർമ്മപ്പെടുത്തി ഒരു പോസ്റ്റർ അവിടെ ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹൊറർ ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത എല്ലാവരും കാത്തിരിക്കണം നമ്മുടെ മമ്മൂട്ടിയുടെ റീ എൻട്രിക്ക് വേണ്ടി. മമ്മൂട്ടി ഒക്ടോബർ 1 നമ്മുടെ മഹേഷ് നാരായൺ ചിത്രത്തിന് ജോയിൻ ചെയ്യുന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്രിയോട്ട് എന്ന പേരിട്ട ഈ സിനിമയുടെ ടീച്ചർ ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ ടീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷ് ട്രോഫിയുടെ ഷൂട്ടിംഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച. അപ്പോൾ അവർ ജസ്റ്റ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ സിനിമ നല്ല ഗംഭീരമാവട്ടെ. കുറേ പുതുമുഖങ്ങളും എല്ലാവരും ഉണ്ട്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അടുത്തൊരു നല്ലൊരു ബിപിൻ ദാസ് കോമ്പോയിൽ പറഞ്ഞ സിനിമ അടിപൊളിയാവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. നമ്മുടെ ദൃശ്യം 3 ഒരു ഷോട്ട്, ഒരു ഫ്രെയിം നമ്മുടെ ജിത്തു ജോസഫ് പങ്കുവച്ചായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് 3 പഴയ ദൃശ്യം 1, 2, 3 ഒറ്റ ആ ടേബിളിൻ്റെ ഒരു ഫ്രെയിം. നല്ല മനോഹരമായ 3 ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സ്റ്റോറി നല്ല രസമുള്ള 3 ഫ്രെയിമാണ്. അപ്പോൾ ദൃശ്യം 3 അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമ നല്ലൊരു കിടിലൻ സിനിമ തന്നെ ആവട്ടെ. അടുത്ത ഒരു OTT സിനിമയാണ് നമ്മുടെ നാളെ കോളാമ്പി എന്ന ചിത്രം. നമ്മുടെ നിത്യമേനോനും ദിലീഷ് പത്തനൊക്കെ അഭിനയിച്ച സിനിമ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഓൾറെഡി അറിയിച്ചാണ്. നമ്മുടെ രാവണപ്രഭു 10 തീയതിയാണ്, ഒക്ടോബർ 10 വീണ്ടും റിലീസ് ചെയ്യാണ്. അപ്പോൾ സിനിമ എന്തായാലും അടിച്ചു പൊളിക്കട്ടെ. നമ്മുടെ ഷർഫുദ്ദീൻ നായകനായ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രഭാസ് നായകനാവുന്ന രാജാസാബ് എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ സിനിമയുടെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. റിലീസ് ഡേറ്റ് നമ്മുടെ 9 തീയതിയാണ്, ജാനുവരി 2026. നമ്മുടെ വിജയുടെ ജനനായകൻ എന്ന സിനിമയ്ക്ക് ക്ലാഷാണ്. പക്ഷേ രാജാസാബിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് വിജയുടെ ക്ലാഷിനെ മിക്കവാറും ജയിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ റിവ്യൂസ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.